ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ്. സുഖമല്ലായിരിക്കും. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്ത് എല്ലാവരും അധികം ആൾക്കാരും മേക്കപ്പ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ മേക്കപ്പ് ചെയ്യാൻ. അപ്പം നമ്മൾ മേക്കപ്പ് നമ്മളെ മുഖത്തും കണ്ണിനും നമ്മളെന്താ പറയണ്ടേ, കണ്ണിന് നമ്മൾ ഐ ഷാഡോ ഇടും, അതുപോലെ മുഖത്ത് നമ്മൾ ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ് പൗഡർ, പിന്നെ എന്താ പറയുക ബ്ലഷ് ഇടും, അങ്ങനെയെല്ലാം നമ്മൾ ഇടും അല്ലേ മുഖത്ത്. അപ്പം നമ്മളെല്ലാം മുഖത്ത് ഇട്ട് കഴിഞ്ഞാലും നമ്മളെ മുഖത്ത് ഒരു സംഗതി ഇല്ലെങ്കിൽ എന്താ പറയണ്ട മേക്കപ്പ് പൂർണ്ണതയിലെത്തൂല. എന്താണെന്നറിയാം എല്ലാവർക്കും. എന്താണ്, നമ്മളെല്ലാം മേക്കപ്പും ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു ഭാഗം മാത്രം നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ ആ മേക്കപ്പിനൊരു പൂർണ്ണത ഇല്ലാതെ പോലെ തോന്നും. അതെന്താണെന്ന് അറിയാം എല്ലാവർക്കും. വേറെ ഒന്നുമല്ല, നമ്മളെ ലിപ്സ്റ്റിക്ക് തന്നെയാണല്ലേ. നമ്മൾ മറ്റുള്ള മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളെ മേക്കപ്പ് പൂർണ്ണതയിലെത്തൂലല്ലോ അല്ലേ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് നമ്മൾ ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ലിപ് ലൈനർ കൊണ്ട് ഒന്ന് വരയോ ചുണ്ട്. ലിപ് ലൈനർ കൊണ്ട് ഇങ്ങനെ ചുണ്ടിൽ വരയും. നമ്മൾ ലിപ് ലൈനർ വരയുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചു പിടിക്കുക. അങ്ങനെ ചിരിച്ചു പിടിച്ചിട്ട് അപ്പോൾ വലിയുമല്ലോ, നമ്മൾ ചിരിക്കുമ്പോൾ ഒന്ന് നമ്മൾ ഇത് ചുണ്ട് വലിയുമല്ലോ. അപ്പം നമ്മൾ എന്നിട്ട് വേണം നമ്മൾ ലിപ് ലൈനർ കൊണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വരച്ച ഈ ലിപ് ലൈനറിൻ്റെ ഉള്ളിലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മളൊന്ന് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. നമ്മളിട്ട ലിപ്സ്റ്റിക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ലിപ്പിൽ നിൽക്കുകയോ വേണ്ട ഇത് ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ ആയിരിക്കുമല്ലേ കൂടുതലും ലിപ്സ്റ്റിക്ക് ഇടുക, പിന്നെ അങ്ങനെ ഇടുന്നത്. നമ്മൾ വെള്ളമോ അങ്ങനെയുള്ളത് എന്തെങ്കിലും നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മളെ ഗ്ലാസ്സുകളിലും അങ്ങനെയുള്ള ഇതിലൊന്നും ലിപ്സ്റ്റിക്ക് പറ്റി പിടിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഈ ടിഷ്യൂ പേപ്പർ നമ്മളിങ്ങനെ പ്രസ് ചെയ്തതിനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ അടിപൊളിയാകാം ലിപ്സ്റ്റിക്ക്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് നമ്മൾ കുറച്ച് കറുത്ത ആൾക്കാരാണെങ്കിൽ ഇളം ബ്രൗൺ കളറിലുള്ള ലിപ് ലൈനറിനെ കൊണ്ട് എഴുതിയാലായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് കോർണറിൽ കുറച്ച് ഡാർക്കും, കോർണർ വരുന്ന സ്ഥലത്ത് കുറച്ച് ഡാർക്ക് കളറായിട്ട് ഇടുക, ഉള്ളിൽ കുറച്ച് ലൈറ്റ് കളർ കുറച്ച് ലൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക ലിപ്സ്റ്റിക്ക് ചുണ്ടുകൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാം. പിന്നെ പുറത്ത് പോകുമ്പോൾ ആണല്ലേ നമ്മൾ അധികം ഇടുക. വീട്ടിൽ നിന്ന് അങ്ങനെ ഇടുന്ന ആൾക്കാർ വിരളമായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പുറത്തേക്ക് പോകാം കേട്ടോ. എല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.